ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എല്ലാ മനുഷ്യർക്കും ഞാൻ എല്ലാവരാലും മാനിതനാവണം എന്ന ഒരു തോന്നലുണ്ടാവും. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. എന്നാൽ എല്ലാവരും നമ്മെ മാനിച്ചു കഴിയുമ്പോൾ ആ മാന്യതയ്ക്കനുസരിച്ച് ഞാനും വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് തോന്നും. മാത്രമല്ല, നമുക്കില്ലാത്ത പല കഴിവുകളും ഉണ്ടെന്ന് അഭിമാനിക്കുകയും ചെയ്യും. ഇതിനാണ് നമുക്കില്ലാത്ത കഴിവ് ഉണ്ട് എന്ന് അഭിമാനിച്ച് മത്സരിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് വന്നാൽ നമ്മുടെ എല്ലാ നന്മകളും ക്ഷയിക്കാൻ തുടങ്ങും. അഹങ്കാരം വന്നു കഴിയുമ്പോൾ, ഞാൻ മറ്റുള്ളവരിൽ നിന്നെല്ലാം മേലെയാണ് എന്ന തോന്നൽ വരുമ്പോൾ നമ്മളിലുള്ള ഈശ്വരത്വം അല്ലെങ്കിൽ സമദർശിത്വം കുറഞ്ഞു വരും. അതിനാൽ ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, അഹങ്കാരം വന്നിടും ബഹുമാനിക്കുമ്പോൾ. അപമാനിച്ചാൽ കോപിക്കാതെ മനമേ, അമൃതിനു തുല്യം നിനക്കപമാനം. പേരും പ്രശസ്തിയും ബഹുമാനവും ലഭിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടിയാൽ നമുക്കുള്ള മഹത്വം കൂടി നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, മറ്റുള്ളവരാൽ മാനിതനാവണം എന്ന തോന്നൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത്. ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, അഹങ്കാരം വന്നിടും ബഹുമാനിക്കുമ്പോൾ. മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുമ്പോൾ അഹങ്കാരമാണ് വരുന്നത്. അപമാനിച്ചാൽ കോപിക്കാതെ മനമേ, അപമാനിക്കുകയാണെങ്കിൽ അതിലൊട്ടും നമ്മൾ കോപിക്കരുത്. കാരണം അവിടെയാണ് നമുക്ക് ആത്മാവിൻ്റെ ഉയർച്ചയുണ്ടാകുന്നത്. എല്ലാവരാലും അപമാനിതനാകുമ്പോൾ അഹങ്കാരം കുറയും. അഹങ്കാരം കുറയുമ്പോൾ ആത്മാവിലേക്കായിരിക്കും നമ്മുടെ മനസ്സ്. ആത്മാവിലുള്ള ആശ്രയബുദ്ധി നമുക്കുണ്ടാകും. ആ ആശ്രയബുദ്ധി ആത്മസ്വരൂപത്തെ അറിയാൻ സഹായകമാണ്. അതിനാൽ നമ്മളെ ആരെങ്കിലും അപമാനിക്കുകയാണെങ്കിൽ ആ അപമാനത്തെ അമൃതിന് തുല്യമായിട്ട് കാണൂ എന്നാണ് മഹത്വങ്ങൾ. അതിനാൽ ഈ തത്വം മനസ്സിലാക്കിയ മഹാത്മാക്കളെ നമ്മൾ എത്ര നിന്ദിച്ചാലും അവർക്കൊരു ചുക്കുമില്ല. അവരുടെ മഹത്വത്തിനൊരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. അവർക്ക് മാനസികമായി ഒരു വിഷമവും ഉണ്ടാവുകയില്ല. ഇത് മനസ്സിലാക്കിയാലേ നമ്മെ യാദൃശികമായി ആരെങ്കിലും അപമാനിക്കുകയാണെങ്കിൽ അതിൽ കോപിച്ച് ചെന്ന് അവരോട് കയർക്കാൻ പോകുമോ? ഒരിക്കലുമില്ല. കാരണം അപമാനിച്ചാൽ കോപിക്കാതെ മനമേ, അമൃതിനു തുല്യം. അമൃതത്വത്തിലേക്ക് നമ്മെ ഉയർത്താൻ സഹായിക്കുന്നതാണ് അപമാനം. ശ്രീകൃഷ്ണ ഭഗവാൻ രാജസൂയം നടക്കുന്ന സമയത്ത് അഗ്രാസനത്തിലിരുത്തി കൃഷ്ണനെ പൂജിക്കുമ്പോൾ എല്ലാവരും കൃഷ്ണനെ മാനിച്ചു. ആ സമയത്താണ് കൃഷ്ണൻ്റെ അച്ഛൻ പെങ്ങളുടെ മകനായിരിക്കുന്ന ശിശുപാലൻ വന്ന് വത്സ ചീത്ത പറയുന്നത്. വായിൽ കൊള്ളാത്തത്ര തെറിയാണ് വിളിച്ചു പറയുന്നത്. ആരാണ് ഈ കാലിപ്പയ്യനെ അഗ്രാസനത്തിലിരുത്തി പൂജിക്കുന്നത്? ഇവൻ എന്തർഹതയാണുള്ളത്? എന്തെല്ലാം തമ്മാടിത്തങ്ങൾ ചെയ്തവനാണിവൻ എന്നെല്ലാം അനവധി 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 പരുഷ വാക്കുകൾ പറഞ്ഞു. ഒരൊറ്റ വാക്ക് മതി അവിടെ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് അയാളുടെ ശിരസറക്കാൻ. പക്ഷേ ഭഗവാന്റെ മുഖത്ത് ഒരു ചാഞ്ചല്യവും ഉണ്ടായില്ല. ഓരോ വഴക്ക് പറയുമ്പോഴും മന്ദഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. സദസ്സിലിരിക്കുന്ന എല്ലാവരും ഇളകി വശായി. എല്ലാവരും മാനിക്കുന്ന കൃഷ്ണനെയാണ് ഇത്രയും ശക്തമായ ഭാഷയിൽ
പരുഷമായി ശകാരവട്ടം ചെയ്യുന്നു. ഭീഷ്മരും ബലരാമനുമൊക്കെ ശിശുപാലനോട് കയർത്തെങ്കിലും കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് അവന് പറയാനുള്ള ദിവസമാണ് എന്ന് പറഞ്ഞു. പണ്ടേ ഞാൻ അവൻ്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു, 100 തെറ്റുകൾ വരെ ഞാൻ ക്ഷമിക്കും, പിന്നെ ഞാൻ ക്ഷമിക്കില്ല എന്ന്. അതിനാൽ അവൻ ഇഷ്ടം പോലെ പറയട്ടെ എന്ന് പറയുകയാണ് ചെയ്തത്. അതിനുശേഷം 100 തെറ്റായ വാക്കുകൾ പറഞ്ഞ് അതിനപ്പുറം ചെന്നപ്പോൾ, ഇനി മതി ശിശുപാല, നിന്റെ അന്ത്യത്തിനുള്ള സമയമായിരിക്കുന്നു, അത് നീ ചെയ്ത ദുഷ്കൃതമാണ് നിന്റെ നാശത്തിന് കാരണമായിരിക്കുന്നത് എന്ന് പറഞ്ഞ് സുദർശന ചക്രം കൊണ്ട് ശിശുപാലൻ്റെ ശിരസ്സ്. ഇതുപോലെ നമ്മെ സദസ്സിൽ വെച്ച് അപമാനിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കോപിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുകയാണ് ചെയ്യുന്നത്. അതിനാൽ ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, അഹങ്കാരം വന്നിടും ബഹുമാനിക്കുമ്പോൾ, അപമാനിച്ചാൽ കോപിക്കാതെ മനമേ, അമൃതിനു തുല്യം നിനക്കപമാനം. ഹരേ കൃഷ്ണ.